നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനം തിരഞ്ഞെടുപ്പ് ആവേശത്തിൽ തിരക്കിട്ട് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ മുന്നണികൾ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് വരാം. ആദ്യം തലക്കെട്ടുകൾ. കേരളം തിരഞ്ഞെടുപ്പ് ചൂടിൽ തീയതി പ്രഖ്യാപനത്തോടെ പ്രചാരണാവേശത്തിൽ മുന്നണികൾ. ഭരണവിരുദ്ധ വികാരമില്ലെന്നും വികസനം മുഖ്യ അജണ്ടയെന്നും ഇടതു സ്ഥാനാർത്ഥികൾ. അമ്പലപ്പുഴയിൽ ജി സുധാകരന് കോൺഗ്രസിന്റെ പിന്തുണ. വെള്ളാപ്പള്ളി നടേശനെ കണ്ട് ജി സുധാകരൻ സുകുമാരൻ നായരെയും കാണും. മുൻ CPM നേതാവ് വി കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ മത്സരിക്കും. CPI വിട്ട് CC മുകുന്ദൻ BJPയിലേക്കെന്ന് സൂചന. UDFിൽ സീറ്റ് വിഭജനം നീളുന്നതിൽ ഘടകകക്ഷികൾക്ക് അതൃപ്തി. കോൺഗ്രസിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക ഇന്നു തന്നെ. ഇടുക്കി ഏറ്റുമാനൂർ സീറ്റ് വിട്ടുനൽകാൻ കേരള കോൺഗ്രസ്. തിരുവമ്പാടിയിൽ മുസ്ലിം ലീഗ് തന്നെ മത്സരിക്കും. ആദ്യ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ. മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ യോഗവും ഇന്ന്. നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണത്തിന് തലശ്ശേരി കോടതിയുടെ നിർണായക ഉത്തരവ്. PP ദിവ്യയുടെ ഫോൺ വിവരങ്ങൾ മുഴുവൻ ശേഖരിക്കണം. ഉത്തരവ് നവീൻ ബാബുവിന്റെ ഭാര്യയുടെ ഹർജിയിൽ. ഗൾഫ് മേഖലയിലേക്ക് ആക്രമണം തുടർന്ന ഇറാൻ. ദുബായിൽ ഡ്രോൺ ആക്രമണം. ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി UAEയിൽ. നിർണായക ചർച്ചകൾ തുടരുന്നു. ഹോർമൂസ് കടലെടുക്ക് പിടിച്ചെടുക്കാൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ സഹായം തേടി ട്രംപ്. ഹോർമൂസ് കടന്ന 2 LPG ടാങ്ക് എണ്ണക്കപ്പലുകൾ ഇന്ത്യൻ തീരത്തേക്ക് അടുക്കുന്നു. ഈ വർഷത്തെ മികച്ച നടനുള്ള ഓസ്കർ പുരസ്കാരം മൈക്കൽ B. ജോർദാന്. ജസ്ലി ബക്ലി മികച്ച നടി. തോമസ് ആൻഡേഴ്സൺ മികച്ച സംവിധായകൻ. ഓട്ടം ഡൊണാൾഡ് ആർക്കപ്പോ മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കുന്ന ആദ്യ വനിത. T20 ലോകകപ്പിൽ ഇന്ത്യയുടെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ച സഞ്ജു V. സാംസണ് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ സ്നേഹാദരം. തിരുവനന്തപുരത്ത് പുതിയതായി നിർമ്മിച്ച ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനവും ഇന്ന്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കും. തീയതി പ്രഖ്യാപനത്തോടുകൂടി തിരഞ്ഞെടുപ്പ് ചൂടിൽ അമർന്നു കഴിഞ്ഞു സംസ്ഥാനം. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണം സജീവമാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് മുന്നണികൾ. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് CPMഉം CPIയും കഴിഞ്ഞ ദിവസം ഈ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. കോൺഗ്രസിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തുവിട്ടേക്കും. വൈകിട്ട് 4 മണിക്ക് തിരഞ്ഞെടുപ്പ് സമിതി ചേർന്ന പട്ടികയ്ക്ക് അംഗീകാരം നൽകും. അമ്പലപ്പുഴയിൽ ജി സുധാകരനെ പിന്തുണയ്ക്കും. കണ്ണൂർ സീറ്റിനായി നേതൃത്വത്തോട് ഇടഞ്ഞ K. സുധാകരനെ അനുനയിപ്പിക്കാനുള്ള തീവ്രശ്രമം തുടരുന്നു. നാളെ ഡൽഹിയിലെത്തി നേതാക്കളെ കാണും. A+ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ BJPയിലും തിരക്കിട്ട നീക്കം നടക്കുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകില്ലെന്ന മുസ്ലിം ലീഗും കൂട്ടിച്ചേർത്തു. വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുകയാണ്. അൺഫിലിറ്റ്, LDFിന്റെ CPMന്റെയും CPIയുടെയും ഒക്കെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം നടന്നു കഴിഞ്ഞു. സ്വാഭാവികമായും അടുത്ത രാഷ്ട്രീയ കേരളം കാത്തിരിക്കുകയാണ് കോൺഗ്രസിന്റെയും BJPയുടെയും പട്ടികയിൽ. എങ്ങനെയെങ്കിൽ കൂടി മാത്രമേ ഈ ഒരു പോരാട്ടത്തിന്റെ തീവ്രത അതിന്റെ ഉച്ചസ്ഥായിയിലെത്തുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആരൊക്കെയാണ് എതിരാളികൾ എന്ന് അറിഞ്ഞുള്ള പോര്. ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്നു. ഇപ്പോൾ നാളെ മുസ്ലിം ലീഗിന്റെ ഉണ്ടാകുന്നു. BJPയുടെ ഇന്നോ നാളെയോ ഉണ്ടാകുമെന്ന സൂചനകൾ പുറത്തുവരുന്നു. മാത്രമല്ല ഇന്നിപ്പോൾ നിർണായകമായ നീക്കങ്ങളും നടക്കുകയാണ്. സ്ഥാനാർത്ഥികളടക്കം ജി സുധാകരനെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നു. വി കുഞ്ഞികൃഷ്ണനെ ഈ പറഞ്ഞതുപോലെ സ്വതന്ത്രനായി അദ്ദേഹം മത്സരരംഗത്ത് നിൽക്കുന്നു. K. സുധാകരനെ എങ്ങനെ അനുനയിപ്പിക്കാം എന്നുള്ള തിരക്കിട്ട നീക്കം നടക്കുന്നു. അങ്ങനെ സർവത്ര സജീവമാണ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നണികളിലെ നീക്കുപോക്കുകളെല്ലാം. തീർച്ചയായും സ്വപ്ന, ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് LDF, അതായത് ഈ CPMഉം CPIയും സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ആ നിമിഷം മുതൽ തന്നെ അവർ തെരഞ്ഞെടുപ്പ് അംഗത്തിലിറങ്ങി പ്രചാരണവുമായി റോഡ് ഷോ ഒക്കെ തന്നെ ഇന്നലെ വൈകിട്ടൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു മേൽക്കൈ ഇപ്പോൾ CPMനും CPIക്കൊക്കെ ഉണ്ട്. LDFന് ഒരു മേൽക്കൈ ഉള്ളതിൽ അങ്കലാപ്പിൽ തന്നെയാണ് മറുഭാഗത്ത് കോൺഗ്രസും BJPയും ഒക്കെ തന്നെ. കാരണം അവർ ആദ്യമേ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതൊന്നും തന്നെ നടന്നില്ല. വലിയ രീതിയിലുള്ള ചർച്ചകൾ പിന്നെയും കോൺഗ്രസിനെ അലട്ടിക്കൊണ്ടേ തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ വൈകിട്ടോടുകൂടി ഒന്നാം ഘട്ടത്തിൽ, അതായത് വലിയ തർക്കങ്ങളൊന്നുമില്ലാത്ത സിറ്റിംഗ് MLAമാർ മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയുടെ പേര് മാത്രം നിശ്ചയിച്ചിട്ടുള്ള മണ്ഡലങ്ങൾ കുറഞ്ഞതൊരു 40 സ്ഥാനാർത്ഥികളെങ്കിലും ഇന്ന് വൈകിട്ടോടെ അവർ പ്രഖ്യാപിക്കും. ഒന്നാം ഘട്ട സ്ഥാനാർത്ഥികളെ എന്തൊക്കെ സംഭവിച്ചാലും ഇന്ന് അവർക്ക് പ്രഖ്യാപിച്ചേ മതിയാവുകയുള്ളൂ. കാരണം എത്രയും വേഗം തന്നെ അവർക്ക് പ്രഖ്യാപനം കഴിഞ്ഞാൽ ഇന്ന് വൈകിട്ട് തന്നെ പല സ്ഥാനാർത്ഥികളും കളത്തിലിറങ്ങും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ന് വൈകിട്ട് ഒന്നാം ഘട്ടം പ്രഖ്യാപിക്കുന്നു. പിന്നെ ഏറ്റവും വലിയ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് നാളെയോടുകൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അവിടെ 27 സീറ്റുകൾ അവർ മത്സരിക്കുന്ന ഏറെക്കുറെ ചർച്ചകളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അതേസമയം ജോസഫ് വിഭാഗം കടുത്ത അതിർത്തിയിലാണ്.
ചർച്ചകളാണ്. ആ ചർച്ചകൾ വൈകുന്നത് തന്നെ അവർക്ക് അസ്വസ്ഥതയുണ്ട്. ഇതിപ്പോൾ ഇടുക്കി ഏറ്റുമാനൂർ അവർ വിട്ടുകൊടുക്കാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അവർ 8 സീറ്റിൽ മത്സരിക്കുന്നു. അങ്ങനെ ഏറെക്കുറെ സ്ഥാനാർത്ഥികളെയൊക്കെ UDF ഘടകകക്ഷികളുമായ സ്ഥാനാർത്ഥി ചർച്ചകളൊക്കെ ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു. ഇന്നിപ്പോൾ വൈകിട്ട് 1ാം ഘട്ടം കഴിയുന്നു. നാളെ തന്നെ അവർ പൂർണ്ണമായും പൂർണ്ണ ചിത്രം പുറത്തുവിടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കാരണം ഇടഞ്ഞു നിൽക്കുന്ന കെ സുധാകരൻ, അടൂർ പ്രകാശ് അടക്കമുള്ളവരെ ഏറെക്കുറെ അനുനയിപ്പിക്കുന്നു. നാളെ കെ സുധാകരൻ ഡൽഹിയിലെത്തുമ്പോൾ അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ തീരുന്നു. മാത്രമല്ല ജി സുധാകരനെ അവർ സ്വതന്ത്ര ജി സുധാകരനെ അമ്പലപ്പുഴ സ്ഥാനാർത്ഥി നിർത്താതെ പിന്തുണയ്ക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. NDA സംബന്ധിച്ച് NDAക്ക് A+ കാറ്റഗറിയിലുള്ള ഏറ്റവും പ്രമുഖരെ, വലിയ താപ്പാനങ്ങളൊക്കെയാണ് A+ കാറ്റഗറി. നമുക്കറിയാം തിരുവനന്തപുരത്ത് ഈ നേമത്തായാലും കഴക്കൂട്ടത്തായാലും വട്ടിയൂർക്കാവ്, അതോടൊപ്പം തന്നെ മഞ്ചേശ്വരം, പാലക്കാട്, ഇവയൊക്കെ തന്നെ ഏറ്റവും പ്രമുഖ സ്ഥാനാർത്ഥികൾ. അത് ഒരുപക്ഷെ നാളെ രാവിലെയോടുകൂടി ആ A+ കാറ്റഗറിയിലെ സ്ഥാനാർത്ഥികളെ അവർ പ്രഖ്യാപിക്കുന്നു. അവിടെയും പൊട്ടിത്തെറികളുണ്ട്. കാരണം അവിടെ ഇപ്പോൾ തൃശ്ശൂർ കൊടുങ്ങല്ലൂരിൽ അവിടുത്തെ BDJS-ഉം അതോടൊപ്പം 2020 സ്ഥാനാർത്ഥികളെ വേണമെന്ന് ആവശ്യപ്പെട്ട് അവരും രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിനകത്ത് ഇന്നലെ വിജ്ഞാപനം കഴിഞ്ഞതോടുകൂടി ആകെ ഇളക്കി മറിയുന്ന ഒരു കേരള രാഷ്ട്രീയത്തെ കൂടി നമുക്ക് ഇന്ന് പകൽ വരെ കാണാൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നതിലും നാട്ടിക MLA CC മുകുന്ദൻ കോൺഗ്രസ് CPI വിട്ട് കോൺഗ്രസിലേക്ക് അദ്ദേഹം പോയി അവിടെ സീറ്റ് കിട്ടാൻ അദ്ദേഹം BJP-യിലേക്ക് പോകുന്ന ഏറ്റവും വലിയൊരു വാർത്ത തന്നെയാണ് ഈ ഒരു പകൽ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത്. CC മുകുന്ദൻ ഒരിക്കലും BJP-യിലേക്ക് പോകുമെന്ന് ഈ പകൽ വരെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന അപ്രതീക്ഷിതമായ ട്വിസ്റ്റ് ഇവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതും അദ്ദേഹം ഒരുപക്ഷെ അല്പസമയത്തിന് മാധ്യമങ്ങളെ കാണാൻ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ അതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കുന്നത് ഒരു ഇടതുപക്ഷ ചിന്തകനായ ഒരു MLA ആണ് BJP-യിലേക്ക് വരുന്നത്. അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകുന്നത് പോലും അത്രയേറെ ചർച്ചയില്ല. പക്ഷേ ഒരു ഇടതുപക്ഷത്ത് നിന്നൊരു MLA അത് CPI-യിലെയാണ്. എല്ലാ കാലവും മതേതര രാഷ്ട്രീയമൊക്കെ പറയുന്നതും വർഗീയ ശക്തികൾക്കെതിരെ വലിയ രീതിയിലൊക്കെ എതിർക്കുകയൊക്കെ ചെയ്യുന്ന ആ CPI-യിലെ ഒരു MLA ആണ് സ്ഥാനാർത്ഥിത്വം നിശ്ചയിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം BJP പാളയത്തിൽ പോയി അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം നാട്ടകത്ത് മത്സരിക്കുകയാണെങ്കിൽ BJP പിന്തുണയ്ക്കുന്ന BJP-യുടെ അംഗത്വമൊക്കെ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാണ്. വലിയ രീതിയിൽ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന ഈ 2020 ചരിത്രത്തിൽ ഇടം നേടുന്ന ഒരു സ്ഥാനാർത്ഥിത്വം കൂടിയായി അത് മാറുമെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം ഇന്നുണ്ടായ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ജി സുധാകരനെ സ്വന്തം സ്ഥാനാർത്ഥിയെ അവർ UDF പിന്തുണ പ്രഖ്യാപിച്ചതും ഒക്കെ തന്നെ. അതോടൊപ്പം സ്വപ്ന സൂചിപ്പിച്ചതുപോലെ കുഞ്ഞികൃഷ്ണൻ സ്വതന്ത്രനായ അവിടെ പയ്യന്നൂർ മത്സരിക്കുമെന്നൊക്കെ പറയുന്നു. ഇതൊക്കെ തന്നെയും വലിയ രീതിയിൽ ഇന്ന് ഈ പകൽ ചർച്ച ചെയ്യുന്ന വിഷയം തന്നെയാണ്. എന്നാൽ ഓരോ മണിക്കൂറിലും ഇതനുസരിച്ചുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടായിക്കൊണ്ടേ തന്നെ ഇരിക്കും. അതൊക്കെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ്. തീർച്ചയായും മനസ്സിലെത്തി ഈ പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്നു മുതലാണ്. ഒപ്പം ഈ രാഷ്ട്രീയ നേതാക്കളുടെ യോഗം വിളിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഉറപ്പാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടി ആ യോഗം ഉണ്ടാകും തന്നെ പ്രതീക്ഷിക്കുന്നു. അതിനകത്ത് വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഈ ഏത് രീതിയിൽ തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോകണം, വലിയ രീതിയിൽ ഈ അച്ചടക്കം ഒപ്പമുള്ള കാര്യങ്ങൾ തന്നെയാകും. സ്വാഭാവികമായ നടപടിക്രമങ്ങൾ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുത്ത അംഗങ്ങൾക്കൊക്കെ വിശദീകരിക്കുന്നതിന് വേണ്ടിയുള്ള യോഗം തന്നെയാണ്. കാരണം സജ്ജമാണ് എന്ന് രത്തൻ കേൾക്കർ നേരത്തെ തന്നെ അറിയിച്ചതാണ്. തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 9 സജ്ജമാണ് എന്ന്. അതിൻ്റെ ഒരു സ്വാഭാവിക വിശദീകരണം മാത്രമായിരിക്കും ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിലുണ്ടാവുക. തീർച്ചയായും കൗതുകകരമായ നീക്കുപോക്കുകളും കളം മാറ്റി ചവിട്ടലുകളും ഒക്കെയാണ് ഇന്നത്തെ ഒരു പകൽ സാക്ഷ്യം വഹിക്കുന്നതാണ്. ഫിൽ ഡിസൂസിയാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേർന്നത്. അമ്പലപ്പുഴയിൽ കോൺഗ്രസിന്റെ നിർണായക നീക്കം. ജി സുധാകരനെ അമ്പലപ്പുഴയിൽ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു. സുധാകരന്റെ ജനപിന്തുണയും അഴിമതിരഹിത പ്രതിച്ഛായയും തുണയ്ക്കുമെന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് പിന്തുണയ്ക്ക് പിന്നാലെ ജി സുധാകരനും സജീവമായി. വെള്ളാപ്പള്ളി നടേശനെ വീട്ടിലെത്തിക്കണ്ട് ജി സുധാകരൻ മത്സരിക്കുന്നുവെന്നും കുടുംബത്തെ കണ്ട് സംസാരിച്ചുവെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അദ്ദേഹത്തിന് ആരുടെ പിന്തുണയുണ്ട് എന്നറിയില്ല. സുധാകരൻ ജനകീയനാണ്, ജില്ലയിൽ സ്വാധീനമുള്ള നേതാവാണ്, ഭരണത്തിൽ മിടുക്കനാണെന്നും വെള്ളാപ്പള്ളി പ്രതികരിച്ചു. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെയും ജി സുധാകരൻ കാണും. എന്ന് പറഞ്ഞു ഞാൻ ഭാര്യ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഭാര്യയെ കണ്ട് ബാത്റൂമിൽ കയറി പോവുകയും ചെയ്തു. ഞാൻ അദ്ദേഹത്തിന് ആരുടെ പിന്തുണയുണ്ടെന്ന് നമുക്ക് അറിയില്ലല്ലോ. ഇപ്പം അദ്ദേഹം സ്വതന്ത്രനായി നിൽക്കാൻ പോകുന്നതല്ലേ അറിയുന്നത്. ആരുടെയും പിന്തുണ അദ്ദേഹം തന്നാൽ സ്വീകരിക്കും, ആരുടെയും പിന്തുണയ്ക്ക് വേണ്ടി പോകല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അല്ല, സുധാകരന് എന്ന് പറഞ്ഞ ഒരു ജനകീയനാണ്. ഇന്നുണ്ടായ നിർണായകമായ മറ്റൊരു മാറ്റമാണ് വി കുഞ്ഞികൃഷ്ണൻ്റെ സ്ഥാനാർത്ഥിയായുള്ള പ്രഖ്യാപനം. സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് അദ്ദേഹം അറിയിക്കുകയായിരുന്നു. തനിക്കെതിരെ രക്തസാക്ഷി ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കെതിരെ അതിരൂക്ഷമായ ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത്. അതിൽ ഇപ്പോൾ അദ്ദേഹം അന്ന് തന്നെ പറഞ്ഞിരുന്നു, പാർട്ടിയെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ പാർട്ടിയുടെ യഥാർത്ഥ ആദർശങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം തനിക്ക് പിന്തുണയുമായി എത്തുമെന്ന്. പയ്യന്നൂർ പോലെയുള്ള ഒരു മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ അത് ആ പയ്യന്നൂർ പോലെയുള്ള CPM-ൻ്റെ ഉരുക്കുകോട്ടയിൽ ഒരു വിള്ളലുണ്ടാക്കുമോ എന്നാണ് എന്തായാലും കാത്തിരുന്ന് കാണേണ്ടത്. പോകണമെങ്കിൽ മത്സരിക്കേണ്ടത്
അനിവാര്യമാണ് എന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നത്. നേരത്തെ നിലപാട് പറയാതിരുന്നത് ഇത്രയും ആരോപണങ്ങൾക്ക് വിധേയനായ ഒരു വ്യക്തിയെ വീണ്ടും പയ്യന്നൂരിൽ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാൻ ഇടതുപക്ഷം സന്നദ്ധമാകില്ല എന്ന വിശ്വാസത്തിലാണ്. പക്ഷേ ഇടതുപക്ഷം അദ്ദേഹത്തെ തന്നെ വീണ്ടും പയ്യന്നൂരിൽ നിന്ന് മത്സരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമാണ് കൈക്കൊണ്ടിട്ടുള്ളത്. സി മുകുന്ദൻ BJPയിലേക്ക് എന്ന വാർത്തകളാണ് ഈ പകലിനെ അങ്ങേയറ്റം രാഷ്ട്രീയ കൗതുകകരമാക്കി മാറ്റുന്നത്. കോൺഗ്രസിലേക്ക് CPIയുമായി ഇടഞ്ഞ സീറ്റ് തർക്കത്തിൽ CPIയുമായി ഇടഞ്ഞ കോൺഗ്രസിലേക്ക് നീങ്ങുമെന്ന് കരുതിയ സി മുകുന്ദൻ എന്നാലിപ്പോൾ BJPയിൽ എത്തിയിരിക്കുന്നു. BJP നേതാക്കൾ അദ്ദേഹത്തെ കണ്ട അല്പസമയത്തിനകം അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നും സി മുകുന്ദൻ അറിയിച്ചിരുന്നു. നാട്ടികയിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി സി മുകുന്ദൻ മത്സരിക്കുന്ന സാഹചര്യം താൻ ഇതുവരെ പിന്തുടർന്നു വന്ന ഐഡിയോളജിയിൽ നിന്നൊക്കെ അല്ലെങ്കിൽ പിന്തുടർന്നു വന്ന രാഷ്ട്രീയ ആദർശങ്ങളിൽ നിന്നൊക്കെ അങ്ങേയറ്റം മാറി തികച്ചും അതിന് വിപരീതമായ ഒരു രാഷ്ട്രീയ ഐഡിയോളജി പിന്തുടരുന്ന ഒരു പാർട്ടിയിലേക്ക് സി മുകുന്ദനെ പോലെയുള്ള ഒരാൾ പോകുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അതിൻ്റെ നിർണായകമായ ഒരു പ്രാധാന്യമായി എടുത്ത് പറയേണ്ടത്. സി മുകുന്ദൻ്റെ BJPയിലേക്കുള്ള പ്രവേശനം അത് സംബന്ധിച്ച പ്രഖ്യാപനം ഔദ്യോഗികമായുള്ള ഒരു സ്ഥിരീകരണം അല്പസമയത്തിനകം അദ്ദേഹം നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി ജില്ലാ നേതാക്കളുമായി ചർച്ച നടത്തുകയാണ്. നാട്ടികയിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി സി മുകുന്ദൻ എത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഇന്നോ നാളെയോ ഉണ്ടാകുമെന്ന് ചെയർമാൻ ജോസ് കെ മാണി MP. പാലായിൽ താൻ മത്സരിക്കുന്ന കാര്യങ്ങളെല്ലാം ഉടൻ അറിയാമെന്നും ജോസ് കെ മാണി പറഞ്ഞു. പാർട്ടിയുടെ നിലവിലെ MLA-മാർ എല്ലാവരും മത്സരിക്കും. ബാക്കിയുള്ള സീറ്റുകളിൽ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചു. സ്ഥാനാർത്ഥികളുടെ പേര് ഉടൻ വരുമെന്നും ജോസ് കെ മാണി പാലയിൽ പറഞ്ഞു. കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് നാളെ രാവിലെ നമുക്ക് അത് പൂർത്തീകരിക്കുന്നതായിരിക്കും. പിന്നെ MLA-മാരായിട്ടുള്ളവരുടെ സ്ഥാനാർത്ഥിത്വം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു. ബാക്കി കാര്യങ്ങളെല്ലാം പോകുന്നു. 13ാമത്തെ സീറ്റിൻ്റെ കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ മറുപടികൾ കിട്ടിയിട്ടില്ല. പ്രാദേശികമായ കാര്യങ്ങൾ സ്ഥാനാർത്ഥി പല സ്ഥലങ്ങളുടെയുണ്ട്. അതിൻ്റെ നീക്കുപോക്കുകളും അതുമായിട്ട് ചർച്ചകളും ആര് വേണമെന്നൊക്കെ നടത്തുകയാണ്. അത് ഏതൊക്കെയാലും ഇന്ന് വൈകിട്ടല്ല നാളെ രാവിലെ വെയിറ്റ് ചെയ്താൽ നമുക്കറിയാൻ പറ്റും. പെരുമ്പാവൂർ മാത്രമല്ല, പിറവവും അതുപോലെ തന്നെ നമ്മുടെ കടുത്തുരുത്തിയും പാലായും എല്ലാം ഉണ്ട്. അത് നിങ്ങൾക്ക് അത് വൈകുന്നേരം ലിസ്റ്റ് വരുമ്പോൾ അറിയാൻ പറ്റും. പാലായിൽ അത് പാർട്ടി തീരുമാനിക്കും. ഇതെല്ലാം നമുക്ക് ഇത് കഴിഞ്ഞ ശേഷം അത് ഞാൻ പറയുന്ന ഓരോ സ്ഥലത്തും പ്രചരണങ്ങളല്ല, ഓരോ സ്ഥലത്തും LDF ആയിട്ടുള്ള യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് തന്നെ ബൂത്ത് തലത്തിലുള്ള യോഗങ്ങൾ ഇന്ന് ഉച്ച കഴിഞ്ഞുകൊണ്ട് ഈ പറയുന്ന നമ്മുടെ ജനപ്രതിനിധികളുടെ പ്രാദേശിക സർക്കാരിലുള്ള ജനപ്രതിനിധികളുടെ യോഗങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. എലത്തൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ ചൊല്ലി NCPയിൽ വീണ്ടും തർക്കം. കൺവെൻഷൻ വിളിച്ചു ചേർത്ത NCP കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദ് സ്ഥാനാർത്ഥിയാകാൻ തന്റെ പേരാണോ അയോഗ്യതയെന്ന് മുക്കം മുഹമ്മദ് ചോദിച്ചു. എലത്തൂരിൽ തന്നെ മത്സരിപ്പിക്കാത്തത് എന്തുകൊണ്ടാണെന്നും ഒരു മതേതര മണ്ഡലം തന്നെയല്ലേ എലത്തൂരെന്നും മുക്കം മുഹമ്മദ് ചോദിച്ചു. NCP ദേശീയ നേതൃത്വം ഇന്ന് എലത്തൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചേക്കും. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടെ പ്രചാരണ ആവേശത്തിലാണ് ഇടതു സ്ഥാനാർത്ഥികളെ ആദ്യം പ്രഖ്യാപിച്ചതിലൂടെ പ്രചരണത്തിൽ മേൽക്കൈ നേടാനാണ് ഇടതു മുന്നണിയുടെ ശ്രമം. ഭരണവിരുദ്ധ വികാരമില്ലെന്ന് പ്രചരണത്തിനിറങ്ങിയ CPM CPI സ്ഥാനാർത്ഥികളെല്ലാം വ്യക്തമാക്കി. കഴിഞ്ഞ തവണ അങ്ങ് മത്സരിക്കാനായി വരുമ്പോൾ ശബരിമല യുവതീ പ്രവേശനം ഒരു ഘടകമായി. ഇത്തവണ അങ്ങേക്ക് വീണ്ടും അതിനകത്ത് ഈ
ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വരുമ്പോൾ ദേവസ്വം മന്ത്രി എന്ന നിലയിൽ അത് അങ്ങേക്ക് ഏതെങ്കിലും രീതിയിലൊരു പ്രതിരോധം ഉണ്ടാക്കും? യുവതി പ്രവേശത്തിൻ്റെ കാര്യത്തിൽ BJP നടത്തിയ കള്ളപ്രചാരവേല മനസ്സിലാക്കിയതുകൊണ്ടാണ് 7000 ഭൂരിപക്ഷം 23,000 ആയിട്ട് മാറിയത്. സ്വർണ്ണക്കൊള്ളയിൽ അന്നത്തെ ദേവസ്വം മന്ത്രിക്ക് ഒരു കാര്യവുമില്ല എന്നുള്ള കാര്യം അരിയാഹാരം കഴിക്കുന്ന എല്ലാ മലയാളിക്കും അറിയാം. ബോധപൂർവം കെട്ടിച്ചമയ്ക്കുന്ന, അപമാനിക്കാൻ ശ്രമിക്കുന്ന ഒരു സംഭവം മാത്രമാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് 23,000 എന്ന് പറയുന്നത് വർദ്ധിക്കും. കള്ളപ്രചാരവേലയോടൊന്നും ആളുകൾ നിൽക്കത്തില്ല. സത്യസന്ധമായിട്ടുള്ള രാഷ്ട്രീയമാണ് നമുക്ക് വേണ്ടത്. എലത്തൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ ചൊല്ലി NCPയിൽ വീണ്ടും തർക്കം തുടരുന്ന സാഹചര്യമാണ്. കോഴിക്കോട് കൺവെൻഷൻ വിളിച്ചു ചേർത്തിട്ടുണ്ട് മുക്കം മുഹമ്മദ്. തൻ്റെ പേര് അയോഗ്യതയാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം നേരത്തെ ചോദിക്കുകയും ചെയ്തു. കൊടുങ്ങല്ലൂർ സീറ്റിനെ ചൊല്ലി NDAയിൽ തർക്കം. BJP മത്സരിച്ച സീറ്റിൽ അവകാശവാദം ഉന്നയിച്ച് BDJS-ഉം 2020-യും രംഗത്തെത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. ഗോപാലകൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം പാളി. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ് BJP നേതൃത്വം. നാളെ നടത്തേണ്ടിയിരുന്ന തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും മാറ്റിവെച്ചു. CC മുകുന്ദൻ BJPയിലേക്ക് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അദ്ദേഹം നേരത്തെ BJP ജില്ലാ ഓഫീസിലെത്തി BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇപ്പോൾ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കണ്ട് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും. തത്സമയ ദൃശ്യങ്ങൾ. ശ്രീമാൻ അജിത്ത്, ഇടുക്കിയിൽ നിന്നുള്ള 3 പ്രാവശ്യം MLAയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന CPM നേതാവ് ശ്രീമാൻ രാജേന്ദ്രൻ, KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന 2 പ്രാവശ്യം പറവൂർ മുനിസിപ്പൽ ചെയർപേഴ്സണായിരുന്ന ശ്രീമതി വത്സല പ്രസന്നകുമാർ, അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം കൊട്ടാരക്കരയിലെ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീമതി രശ്മി ഉൾപ്പെടെയുള്ള ആളുകൾ നേരിട്ട് ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം സ്വീകരിക്കുകയുണ്ടായി. കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വിവിധ ഘടകകക്ഷികൾ ചേരുകയുണ്ടായി. കേരളത്തിലെ അറിയപ്പെടുന്ന കേരള കോൺഗ്രസ് നേതാവായിരുന്ന ശ്രീമാൻ ജോർജ് ജെ മാത്യു, അദ്ദേഹം 2 പ്രാവശ്യം MP ആയിരുന്നു, MLA ആയിരുന്നു. അദ്ദേഹത്തോടൊപ്പം തന്നെ മുൻ അങ്കമാലി കോതമംഗലം MLA ആയ ശ്രീമാൻ MV മാണി, 5 പ്രാവശ്യം കേരളത്തിലെ നിയമസഭയിലെ അംഗമായിരുന്ന JSSന്റെ അധ്യക്ഷൻ ശ്രീമാൻ താമരാക്ഷൻ, ഉടുമ്പൻചോല MLA ആയിരുന്ന ശ്രീമാൻ മാത്യു സ്റ്റീഫൻ ഉൾപ്പെടെ ഏതാണ്ട് 7ഓളം MLAമാർ MP-മാർ കഴിഞ്ഞ 1 മാസ കാലയളവിനുള്ളിൽ ദേശീയ ജനാധിപത്യ. മറ്റു വാർത്തകൾ കൂടി നോക്കാം. ഹോർമൂസ് കടലെടുക്ക് പിടിച്ചടക്കാൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി KS സ്റ്റാമറോട് സഹായം ആവശ്യപ്പെട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കടലെടുക്ക് തുറക്കാനോ NATO സഖ്യരാഷ്ട്രങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ അത് സംഘടനയുടെ ഭാവിയെ തന്നെ ബാധിക്കുമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പുണ്ട്. എന്നാൽ ഹോർമൂസിലൂടെ കപ്പലുകൾ കടത്തിവിടുന്നതിൽ ശത്രുരാജ്യങ്ങൾ ഒഴികെ മറ്റാരോടും ചർച്ചയ്ക്ക് തയ്യാറെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി വ്യക്തമാക്കി. യുദ്ധം രൂക്ഷമായി തുടരുമ്പോഴും തങ്ങൾ വെടിനിർത്തലിന് അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസിയിൽ നിന്നുള്ള കരുതൽ ശേഖരം ഉടൻ റിലീസ് ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു. 16ാം ദിവസവും ഇറാൻ പടിഞ്ഞാറൻ മധ്യമേഖലകളിൽ ഇസ്രയേലിന്റെ കനത്ത വ്യോമാക്രമണം തുടരുകയാണ്. തിരിച്ച് ടെലവീവിൽ ഇറാന്റെ ക്ലസ്റ്റർ ബോംബ് ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 15ആയി. ഇറാന് സമാന്തരമായി ലെബനോണിലും ഇസ്രയേൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണം തുടരുകയാണ്. ഇതുവരെ 850ഓളം പേരാണ് ലെബനോണിൽ കൊല്ലപ്പെട്ടത്. ഗൾഫ് മേഖലയിൽ ഇറാൻ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ തുടരുന്നു. ദുബായിൽ ഡ്രോൺ ആക്രമണത്തിൽ വിമാനത്താവളത്തിന് സമീപം തീപിടുത്തമുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടയിൽ ഹോർമൂസ് കടലെടുക്ക് കടന്ന 2 LPG ടാങ്കർ കപ്പലുകൾ ഇന്ത്യൻ തീരത്തേക്ക് അടുക്കുന്നു. 46,000 മെട്രിക് ടണ്ണിലധികം LPG വഹിക്കുന്ന നന്ദാദേവി, ശിവാലിങ്ക് എന്നീ കപ്പലുകളാണ് ഹോർമൂസ് കടലെടുക്ക് കടന്ന് ഗുജറാത്തിൽ എത്തുന്നത്. 2 കപ്പലുകളുമായി 92,700 ടൺ LPG-യാണ് എത്തുന്നത്. ശിവാലിങ്ക് മുന്ദ്ര പോർട്ടിലും നന്ദാദേവി കാൺല പോർട്ടിലുമാണ് എത്തുന്നത്. കഴിഞ്ഞ ദിവസം 2 കപ്പലുകളും അന്താരാഷ്ട്ര സമുദ്ര പരിധിയിലെത്തിയിരുന്നു. ഇന്ത്യൻ നാവികസേനയുടെ 3 കപ്പലുകളാണ് ഇവയ്ക്ക് സുരക്ഷയൊരുക്കുന്നത്. ഇന്ത്യയിലേക്കുള്ള 22 കപ്പലുകൾ നിലവിൽ ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ട കോടതി PP ദിവ്യയുടെ മുഴുവൻ ഫോൺ വിവരങ്ങളും ശേഖരിക്കാൻ നിർദ്ദേശം. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ വിധി. വിവരങ്ങളുമായി ജോസഫ് ചേരുകയാണ്. ജോസഫ്, തലശ്ശേരി സെഷൻസ് കോടതിയുടെ നിർണായക വിധിയാണ് ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ ഉണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങൾ.
സ്വപ്ന, സത്യത്തിൽ സർക്കാരിനും പോലീസിനും പ്രോസിക്യൂഷനും വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഈ കോടതിയുടെ വിധി. ഇത്തരത്തിൽ 4 കാര്യങ്ങളിൽ തുടരന്വേഷണം വേണമെന്നാണ് കോടതി പ്രത്യേകമായി നിരീക്ഷിച്ചിട്ടുള്ളത്. അതായത് ഇത്തരത്തിൽ പ്രശാന്തുമായിട്ടുള്ള ദിവ്യയുടെ ഫോൺ ചാറ്റുകൾ അത് കണ്ടെത്തണം, അത് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കണം, ഫോണും ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഈ പ്രശാന്തുമായി ഈ ഉന്നയിച്ച ആരോപണം അത് വ്യാജമാണോ ഇല്ലയോ എന്ന് കണ്ടെത്തണമെന്നുള്ള നിർണായകമായ കാര്യങ്ങളാണ് പ്രധാനമായും കോടതി ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ ഈ കേസ് അട്ടിമറിക്കുന്നതിനായി വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടന്നുവെന്നാണ് നവീൻ ബാബുവിന്റെ ഭാര്യയായ മഞ്ജുഷ ഈ ഹർജിയിലൂടെ വാദിച്ചിട്ടുള്ളത്. അതായത് ഈ കേസ് അന്വേഷിച്ച ACP TK രത്നകുമാർ ആ കേസിന്റെ കുറ്റപത്രം അതിവേഗത്തിൽ കോടതിയിൽ സമർപ്പിക്കുകയായിരുന്നു. കൃത്യമായ തെളിവുകൾ ശേഖരിക്കാതെയാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചതെന്നുള്ള കാര്യമാണ് പ്രധാനമായും ഈ മഞ്ജുഷ നൽകിയ ഹർജിയിൽ പറയുന്നത്. ഈ കുറ്റപത്രത്തിലെ 13 വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി ഇത്തരത്തിൽ തുടരന്വേഷണം എന്നൊരു ആവശ്യം ഉയർത്തി ഇത്തരത്തിൽ കോടതിയിൽ ഹർജി നൽകുകയായിരുന്നു. എന്നാൽ പൂർണ്ണമായ ഒരു തുടരന്വേഷണമില്ല, ചില കാര്യങ്ങളിൽ മാത്രം അന്വേഷണം നടത്തിയാൽ മതി എന്നാണ് ഇപ്പോൾ കോടതി ഉത്തരവായിരിക്കുന്നത്. എന്തായാലും PP ദിവ്യയ്ക്ക് ഏറ്റ വലിയൊരു തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ തീർച്ചയായും അങ്ങനെ തന്നെ മനസ്സിലാക്കണം. PP ദിവ്യയ്ക്ക് ഏറ്റ വലിയൊരു തിരിച്ചടി തന്നെയാണ്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണത്തിന് തലശ്ശേരി സെഷൻസ് കോടതി ഉത്തരവിട്ടിരിക്കുന്നു. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലേക്ക് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ യാത്ര തെലങ്കാനയിലെ സോമാഗുഡയും പിന്നിട്ടു. കഴിഞ്ഞ ദിവസമാണ് കൊല്ലം അമൃതപുരിയിൽ നിന്നും ആശ്രമത്തിലെ മുതിർന്ന സന്യാസി ശ്രേഷ്ഠരും ബ്രഹ്മചാരികളും ആശ്രമ അന്തേവാസികളുമായി അമ്മ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലേക്ക് യാത്ര തിരിച്ചത്. പ്രത്യേകം സജ്ജമാക്കിയ ട്രെയിനിലാണ് യാത്ര. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ ശ്രീരാമയന്ത്രം പ്രതിഷ്ഠിക്കുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കാനായുള്ള ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ക്ഷണം സ്വീകരിച്ചാണ് അമ്മ അയോധ്യയിലേക്ക് പുറപ്പെട്ടത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം ഈ മാസം 19-ന് രാമക്ഷേത്രത്തിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങുകളിൽ അമ്മയും വിശിഷ്ടാതിഥിയാണ്. ഭാരതത്തിലെ ആത്മീയ നേതൃനിരയിലെ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കൊപ്പം അമ്മ ശ്രീരാമയന്ത്രം പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കും. ആശ്രമത്തിലെ മുതിർന്ന സന്യാസി ശ്രേഷ്ഠരും ബ്രഹ്മചാരികളും ആശ്രമ അന്തേവാസികളും ഉൾപ്പെടെ 1200ഓളം പേർ അയോധ്യയിലേക്കുള്ള യാത്രയിൽ അമ്മയെ അനുഗമിക്കുന്നുണ്ട്. സ്വർണ്ണക്കൊള്ളക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ A. പത്മകുമാറിനെ പാർട്ടിയുടെ എല്ലാ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്താൻ CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനം. തെറ്റ് ചെയ്തിട്ടില്ല എന്ന പത്മകുമാറിന്റെ വിശദീകരണം സമഗ്രമായി പരിശോധിക്കും. കുറ്റപത്രം സമർപ്പിച്ച ശേഷം മറ്റ് നടപടികൾ തീരുമാനിക്കും. കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് പങ്കെടുത്ത സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം. ഈ വർഷത്തെ മികച്ച നടനുള്ള ഓസ്കർ പുരസ്കാരം മൈക്കൽ B. ജോർദാന്. സിനേഴ്സിലെ ഇരട്ട വേഷത്തിനാണ് പുരസ്കാരം. ഹാംലെറ്റിലെ അഭിനയത്തിന് ജസ്ലി ബക്ലി മികച്ച നടിയായി തിരഞ്ഞെടുത്തു. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന ചിത്രത്തിലെ സംവിധാന മികവിന് പോൾ തോമസ് ആൻഡേഴ്സൺ ഓസ്കർ നേടി. സിനേഴ്സിലൂടെ മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കുന്ന ആദ്യ വനിതയായി ചരിത്രത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഓട്ടം ദുറാൾഡ് ആർക്കപ്പോ. T20 ലോകകപ്പിൽ ഇന്ത്യയുടെ ഐതിഹാസിക വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച സഞ്ജു V. സാംസണ് ഇന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ സ്നേഹാദരം. തിരുവനന്തപുരം മംഗലപുരം മുല്ലശ്ശേരി KCA പുതുതായി നിർമ്മിച്ച അത്യാധുനിക ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടന വേദിയിലാണ് സഞ്ജുവിനെ ആദരിക്കുന്നത്. വൈകിട്ട് 6-ന് നടക്കുന്ന ചടങ്ങിൽ സ്റ്റേഡിയം മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കും. ഉദ്ഘാടന ചടങ്ങിലെ മുഖ്യ അതിഥിയാണ് സഞ്ജു V. സാംസൺ. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് KCA ഭാരവാഹികൾ സഞ്ജുവിനെ ആദരിക്കുക. റിപ്പോർട്ടറുടെ ഉച്ചവാർത്ത പൂർത്തിയാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ തുടരും. നമസ്കാരം.